ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ല പോലെ നിറം വയ്ക്കാനും നമ്മുടെ കൈ കാലുകളിലെ ചുളിവുകൾ മാറിക്കിട്ടാനും മുഖത്തെ ചുളിവുകൾ മാറിയിട്ട് ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഓട്സ് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണിത്. ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഇത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വയ്ക്കാനും മുഖത്തുള്ള കറുത്ത പാടുകൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്സ് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു 2 സ്പൂൺ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. അതുകൊണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഓട്സ് പൊടിച്ചത് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് ചെറുപ്പമായിട്ട് ഇരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അവരുടെ സ്കിന്നിലെ ഒരു ഡ്രൈനെസ് മാറിക്കിട്ടാനും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ സ്കിന്നും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഈ ഒരു പാക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും. ഇനി വേണ്ടത് തൈരാണ്. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം 2 ടേബിൾ സ്പൂൺ തൈര് തന്നെ എടുത്തിട്ടുണ്ട്. തൈരിന് പകരം നിങ്ങളുടെ സ്കിന്നിന് പാലാണ് സ്യൂട്ട് ആവുന്നതെങ്കിൽ പാല് യൂസ് ചെയ്യാം കേട്ടോ. ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് തൈര് യൂസ് ചെയ്യുന്ന സമയത്താണ്. തൈരിൽ ബ്ലീച്ചിങ് ഗുണങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാവിധ അഴുക്കുകളും മാറ്റിയിട്ട് സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനൊക്കെ സഹായിക്കും. കരുവാളിപ്പ് മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് ഇതുപോലെ എടുത്ത് അപ്ലൈ ചെയ്ത് മസാജും കൂടെ കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലും കഴുത്തിലൊക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു തിക്ക് ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരൊറ്റ ലെയർ മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 30 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക. പിന്നെ രാത്രി സമയത്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. ഈ ഒരു ഫേസ് പാക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യുക. 30 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആയ പോലെയും ഒന്ന് നിറം വെച്ച പോലെയൊക്കെ നമുക്ക് തോന്നും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ തന്നെ വരും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്